തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ഒരു ചികിത്സാ പിഴവ് പരാതി. ശസ്ത്രക്രിയ കഴിഞ്ഞ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് വാർഡിലേക്ക് മാറ്റാനിരുന്ന 61-കാരന്റെ കാലിൽ പുഴുവരിച്ചു. കൊല്ലം പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദിനാണ് ദുരവസ്ഥയുണ്ടായത്. ചികിത്സാ പിഴവിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. മോൻ അച്ഛനെ ഒതുക്കി വെച്ച് കാലിൽ പതുക്കെ എടുത്ത് മാറ്റി വെക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അച്ഛനെ കിടത്തിയേക്കുന്ന ആ ബെഡിനകത്ത് പുഴുവിനെ കണ്ടത്. അങ്ങനെ മോൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി ജസ്റ്റ് ഒന്ന് കമ്പിയിട്ട കാലൊന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്ക് അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ പുഴു വീണുകൊണ്ടിരിക്കുവാണ്. അവിടെ മൊത്തം പുഴു. അങ്ങനെ മോൻ ചെന്ന് അവിടെ ഇരുന്ന് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അച്ഛൻ്റെ കാലിൽ ഇതെനിക്ക് പുഴുവിനെ കണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ വന്ന് നോക്കാം, ക്ലീൻ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂറായിട്ട് ഇവരാരും വരെ നോക്കിയോ ഒന്നും ചെയ്തില്ല. ഇവിടെ വന്ന് ഞങ്ങൾ വാർഡിൽ ചെന്നപ്പോഴും അച്ഛൻ അവർ നോക്കിയിട്ടില്ല. ആ കെട്ടെന്ന് അഴിക്കുകയോ ഡ്രസ്സ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അതേ കണക്ക് അവിടെ ഇട്ടേക്കുവാണ്. അച്ഛൻ വേദന കൊണ്ട് പൊളഞ്ഞവിടെ കരഞ്ഞവിടെ നിലവിളിച്ചവിടെ കിടക്കുവാണ്. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. പ്രതീഷ്, എന്തൊരു ദുരിതമാണ്, ദുരവസ്ഥയാണ്. ഇതിലിപ്പോൾ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ? കീർത്തന, ഗുരുതരമായ വീഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു രോഗിയെ വാർഡിലേക്ക് മാറ്റുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കാലിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ മെയ് മാസം 28-ാം തീയതിയാണ് പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദ് വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നത്. കാലിനായിരുന്നു പരിക്ക്. ഈ അപകടത്തിൽ എല്ലുൾപ്പെടെ പൊട്ടിയിരുന്നു. അങ്ങനെയാണ് അടിയന്തര ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയത്. അതിനുശേഷം ഇന്നലെയാണ് ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയത്. ഈ വാർഡിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ കാലിൽ നോക്കുമ്പോഴാണ് ഈ കാലിൽ നിന്ന് പുഴുക്കൾ പുറത്തേക്ക് വരുന്നത് ഈ രാജേന്ദ്ര പ്രസാദിന്റെ കൊച്ചുമകൻ കാണുന്നത്. തുടർന്ന് ആ സമയത്ത് ഈ രോഗിയും ചെറുമകനും മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അത് വൃത്തിയാക്കാനോ ഡ്രസ്സിംഗ് ചെയ്യാനോ അവർ തയ്യാറായില്ല എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതികളിലൊന്ന്. മാത്രമല്ല, ഈ പാരിപ്പള്ളിയിലായിരുന്ന ഈ മറ്റ് ബന്ധുക്കൾ ആ മെഡിക്കൽ കോളേജിൽ തിരിച്ചെത്തിയതിന് ശേഷം ഇത് വാർത്തയായതിന് പിന്നാലെയാണ് ആ മുറിവിൽ പിന്നീട് വൃത്തിയാക്കാനും അത് ഡ്രസ്സ് ചെയ്യാനും ആശുപത്രി അധികൃതർ തയ്യാറായത്. അങ്ങനെ വലിയ ഒരു വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഒരു രോഗിയെ കൃത്യമായി ചികിത്സിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു കാലിൽ പുഴുവരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണം. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകും എന്നതാണ് കുടുംബം അറിയിച്ചിരിക്കുന്ന കാര്യം. പുഴുവരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ആശുപത്രി അധികൃതർ ഇതുവരെയും ഒരു വിശദീകരണം നടത്തിയിട്ടില്ല. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും നിലവിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പരാതിയുമായി കുടുംബം മുന്നോട്ട് പോകുമെന്നതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവിനപ്പുറം ആശുപത്രി അധികൃതരുടെ സമീപനത്തിലടക്കം വലിയ മോശമായാണ് അവർ പെരുമാറിയതെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരാതി പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഴ്ച ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പരിഹരിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ആരോഗ്യ മന്ത്രിയുടെ നിലപാട് എന്താണ്, ഇതിൽ എന്തായിരിക്കും നടപടിയെടുക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബന്ധുക്കൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയാണ് പരാതി. MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.